രാജ്യത്ത് കടന്നു കയറി അവരുടെ വ്യോമാതിർത്തി ലംഘിച്ച് അവിടെ ബോംബ് വർഷിച്ച് 8-10 ആളുകളെ കൊലപ്പെടുത്തിയ ഒരു രാജ്യം സുഖമായിരിക്കുന്നു. അവർക്കൊരു പ്രശ്നമില്ല. ആരുടെ പിന്തുണയിൽ, ആരുടെ പിൻബലത്തിൽ ആണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്? ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യമില്ല. അമേരിക്കയുടെ പിന്തുണയും. ഇപ്പോ ഒരു രാജ്യത്തിന്റെ മേൽ കുതിര കയറിയിട്ടില്ല, കെട്ടേറിയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമാവൂ ലോകത്താകെ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അവരാരെ ആക്രമിച്ചിട്ടില്ല. ആ ഇറാനെ ആക്രമിച്ചു. ആര്? ഇസ്രായേൽ. എന്താ കാരണം പറഞ്ഞത്? എന്താ കാരണം പറഞ്ഞത്? അവര് അണുബോംബ് ഉണ്ടാക്കണമെന്ന്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വംശീയവാദിയായ, മതഭ്രാന്തനായ, വർഗീയവാദിയായ, യുദ്ധക്കൊതിയനായ ഭരണാധികാരി കഴിഞ്ഞ 15 വർഷക്കാലമായി നിരന്തരം ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറയണ ആളോ? അവരുടെ കയ്യിൽ നിങ്ങൾ ഇതിന്റെ ഒരു എന്താ പറയാ, നീതികേട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അവിടെ ഇടപെട്ടു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമില്ല. ആണവ ഊർജത്തിന് വേണ്ടി, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അന്താരാഷ്ട്ര ആണവ ഏജൻസിക്കാർ വന്ന് നോക്കൂ. ഇതൊരു മറ്റൊരു രാജ്യമാണ്. നമ്മൾ സമ്മതിക്കും. ഞാൻ വീണ്ടും വീട്ടിലെ ഉദാഹരണം പറയാം. നിങ്ങളുടെ അടുത്ത വീട്ടുകാർ പറയാണ് നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ഇന്ന് കോഴിയിറച്ചി ഉണ്ടാക്കുന്ന അവിടുന്ന് മണം വരുന്നല്ലോ പറഞ്ഞ എന്താ പറയാ? കടന്നു പോടാവുന്നല്ലേ പറയാ?